യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ഓടി വന്നു. എന്നിട്ട് ശമരിയ പട്ടണക്കാര് പറഞ്ഞു, സ്തോത്രം കർത്താവേ, ഞങ്ങളോടൊപ്പം 2 ദിവസം താമസിക്കണം എന്ന് പറഞ്ഞു. 2 ദിവസം ഞങ്ങളോടൊപ്പം താമസിക്കണം എന്ന് പറഞ്ഞു. നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട്, 1 മണിക്കൂറൊക്കെ ഒന്ന് ഇടപെട്ടാൽ കുഴപ്പമില്ല, പക്ഷെ കൂടുതൽ അടുക്കും തോറും എന്ത് ചെയ്യും, സംഗതി വഷളാകും എന്ന് പറയാറുണ്ട്. 2 ദിവസം താമസിക്കാൻ പറഞ്ഞു. 2 ദിവസം താമസിച്ചതിന് ശേഷം സെൻഡ് ഓഫ് മീറ്റിംഗ് യേശുവിന് കൊടുക്കുകയാണ്. എൻ്റെ ചിന്തയാണ്, സെൻഡ് ഓഫ് മീറ്റിംഗ് കൊടുക്കുകയാണ്. ആ മീറ്റിംഗിന്റെ അകത്ത് വെച്ച് ശമരിയ പട്ടണക്കാരും മുഴുവൻ പറഞ്ഞൊരു വാക്യം എങ്ങനെയാണ്, 41-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു. അവരെല്ലാവരും ചേർന്ന് പറഞ്ഞ എങ്ങനെയാണ്, ഇനി സ്ത്രീയെ, ഇനി നിന്റെ വാക്കുകൾ കൊണ്ടല്ല, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഇവൻ സാക്ഷാൽ ശമരിയുടെ രക്ഷകൻ എന്നല്ല, ലോകത്തിന്റെ രക്ഷകനാണെന്ന് പറയാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? 2 ദിവസം ശമരിയ പട്ടണത്തിന്റെ അകത്ത് യേശു ക്രിസ്തു താമസിച്ചപ്പോൾ ശമരിയ പട്ടണക്കാര് ഒന്നടങ്കം എല്ലാവരും ചേർന്ന് പറയാണ്, ഇവൻ സാക്ഷാൽ ലോകത്തിന്റെ രക്ഷകനാണെന്ന് ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? 2 ദിവസം യേശു കൂടെ താമസിച്ചപ്പോൾ ഒരു പട്ടണം മുഴുവൻ പറയാണ്, ഇവൻ സാക്ഷാൽ ലോക രക്ഷകനാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഉയർത്തിക്കാട്ടുന്ന യേശു ക്രിസ്തുവിന്റെ മഹത്വം എത്ര അത്യുജ്വലമായിരുന്നു, അവന്റെ പ്രവൃത്തി എത്ര വലുതായിരുന്നു. അതുകൊണ്ടല്ലേ ഒരു പട്ടണം മുഴുവനും പറയുന്നത് ഇവൻ സാക്ഷാൽ ലോക രക്ഷകനാണെന്ന്.